നമസ്കാരം. അമ്മ മലയാളത്തിന്റെ റിവിഷൻ സീരീസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വിപരീതത്തിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ വാക്ക് വക്രം എന്നാണ്. എന്താണ് വക്രം എന്നാൽ? വക്രം എന്നാൽ വക്രരേഖ എന്നൊക്കെ പറഞ്ഞാൽ വളഞ്ഞത് എന്നുള്ള അർത്ഥത്തിലാണ്. അതിന്റെ വിപരീതം ഋജുവാണ്. വക്രം എന്നതിന്റെ വിപരീതം ഋജു. അടുത്തത് സരളം എന്ന വാക്കാണ്. സരളം ലളിതം എന്നുള്ള അർത്ഥത്തിലാണ്. അതിന്റെ വിപരീതം പ്രൗഢമാണ്. സരളം എന്നതിന്റെ വിപരീതം പ്രൗഢം. അടുത്തത് ആധിക്യമാണ്. അതായത് ഒരു വസ്തു ധാരാളം ഉള്ളതിനെയാണ് നമ്മൾ ആധിക്യം എന്ന് പറയാ. അപ്പൊ ആ വസ്തു കിട്ടാൻ പ്രയാസമാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും പറയാ? അത് വൈരള്യമാണ് അല്ലെ. ആധിക്യം എന്നതിന്റെ വിപരീതമായിട്ട് ഉപയോഗിക്കാവുന്ന പദം വൈരള്യം. അടുത്തത് വിരളം എന്ന പദമാണ്. ഈ ദുർലഭം എന്നുള്ള അർത്ഥത്തിലാണ്. അതിന്റെ വിപരീതം ബഹുലമാണ്. ചില കുട്ടികൾ സരളത്തിന് വിരളം എഴുതി വെക്കുന്നത് കാണാറുണ്ട്. മാറിപ്പോവരുത്. വിരളം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത അവസ്ഥയാണ്. അതിന്റെ വിപരീതം ഇല്ലാത്ത മീൻസ് ചുരുങ്ങിയ അവസ്ഥയാണ്. അതിന്റെ വിപരീതം ബഹുലമാണ്. അടുത്തത് പ്രാചിയാണ്. ദിക്കുകളെ സൂചിപ്പിക്കുന്നതാണ്. പ്രാചിയുടെ വിപരീതമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രതീചി എന്ന പദമാണ്. പ്രാചിയുടെ വിപരീതം പ്രതീചിയാണ്. ഉന്നയനമാണ്. ഉന്നയനം. ഉന്നയനത്തിന്റെ വിപരീതം അവനയനമാണ്. ഉന്നയനം എന്നതിന്റെ വിപരീതം അവനയനം. ഓർത്തിരിക്കണം. അടുത്തത് അരിശം എന്ന വാക്കാണ്. എന്താ അരിശത്തിന്റെ വിപരീതമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? അത് പിരിശമാണ്. അരിശം എന്നതിന്റെ വിപരീതം പിരിശം. നശ്വരം എന്നതിന്റെ വിപരീതം, നശ്വരം നശിക്കുന്നതാണ് അല്ലെ. അപ്പൊ അതിന്റെ വിപരീതം അനശ്വരം എന്നും പറയാറുണ്ട്. അത് കൂടാതെ ശാശ്വതം, എന്നെന്നും നിലനിൽക്കുന്നത് എന്നർത്ഥത്തിലും രണ്ട് പദങ്ങളും കാണാറുണ്ട്. ഓപ്ഷൻ എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഉത്തരം എഴുതാം. അടുത്തത് അയാതയാണ്. അയാതയുടെ വിപരീതമായിട്ട് നിര്യാതയാണ് കേട്ടോ. അയാത എന്നതിന്റെ വിപരീതം നിര്യാതയാണ്. അടുത്തത് അപേത എന്ന വാക്കാണ്. അപേതയുടെ വിപരീതമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഉപേതയാണ്. അപേതയുടെ വിപരീതം ഉപേതയാണ്. ഈ സ്ലൈഡ് കുറച്ചൊരിതുള്ള സ്ലൈഡാണ്, നോക്കി വെക്കണം. ഉന്നയനം അവനയനമാണ്. അരിശം പിരിശമാണ്. നശ്വരം ശാശ്വതവും അനശ്വരവും നമുക്ക് ഉപയോഗിക്കാം. അയാതയാണെങ്കിൽ നിര്യാതയാണ്. അപേത എന്നതിന്റെ വിപരീതമായിട്ട് ഉപേത എന്ന് ഓർക്കുക. അടുത്തത് ആദിയാണ് അല്ലെ. ആദി തുടക്കം എന്നുള്ള അർത്ഥമാണ്. അത് അന്തമാണ്. ആദിയും അന്തവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൽഫ ആൻഡ് ഒമേഗ ഒക്കെ പറയുന്ന പോലെ ആദി അന്തം. അടുത്തത് ഉത്തമർണൻ എന്ന വാക്കാണ്. ഉത്തമന്റെ വിപരീതം തന്നെ അധമൻ എന്നാണ്. അപ്പൊ ഉത്തമർണന്റെ വിപരീതം എന്തായിരിക്കും പറഞ്ഞോളൂ? അധമർണനാണ്. കറക്റ്റ് ആണ്. ഉത്തമർണൻ എന്നതിന്റെ വിപരീതം അധമർണൻ. അടുത്തത് ഉജ്ജ്വലമാണ്. ഉജ്ജ്വലത്തിന്റെ വിപരീതം അലസമാണ് ട്ടോ. ഉജ്ജ്വലം എന്നതിന്റെ വിപരീതം അലസമാണ്. കടിഞ്ഞൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കടിഞ്ഞൂൽ കൺമണി. ഒരു പാട്ടുണ്ടല്ലോ, എന്റെ കടിഞ്ഞൂൽ പ്രണയ കഥയിലെ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല പാട്ടുണ്ട്. കടിഞ്ഞൂൽ ആദ്യത്തെ എന്നതാണ്. അതിന്റെ വിപരീതമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കടശ്ശിയാണ്. കടിഞ്ഞൂലിന്റെ വിപരീതം കടശ്ശി. അടുത്തത് വിരസമാണ്. വിരസത്തിന്റെ വിപരീതം സരസമാണ് അല്ലെ. ബോറ് അതിന് പകരം സരസം. എല്ലാവരും രസിച്ച് സംസാരിച്ചിരിക്കുക എന്നുള്ള അർത്ഥത്തില് വിരസം സരസം. കടിഞ്ഞൂൽ കടശ്ശി. ഉജ്ജ്വലം അലസം. ഉത്തമർണൻ അധമർണൻ. ആദി അന്തം. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. വാച്യം. വാച്യത്തിന്റെ വിപരീതം വ്യംഗ്യമാണ് ട്ടോ മക്കളെ. വ്യംഗ്യം. വാച്യം എന്നതിന്റെ വിപരീതമായിട്ട് ഓർത്തിരിക്കേണ്ടത് വ്യംഗ്യമാണ്. അടുത്തത് നിമ്നമാണ്. തിരമാലകൾ നിമ്നോന്നതം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിമ്നത്തിന്റെ വിപരീതം ഉന്നതമാണ് അല്ലെ. നിമ്നമാണെങ്കിൽ താഴ്ന്നത്, പിന്നെ ഉന്നതം, ഇങ്ങനെയല്ലേ വേർബ്സ് പോവാ. അപ്പൊ നിമ്നത്തിന്റെ വിപരീതമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഉന്നതമാണ്. അടുത്തത് നിരർത്ഥകമാണ്. അർത്ഥമില്ലാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് നിരർത്ഥകം എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ വിപരീതമായിട്ട് സാർത്ഥകം. നിരർത്ഥകം എന്നതിന്റെ വിപരീതം സാർത്ഥകമാണ്. അടുത്തത് ഖണ്ഡനം എന്ന വാക്കാണ്. ഖണ്ഡനത്തിന്റെ വിപരീതമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് മണ്ഡനമാണ് ട്ടോ. ഖണ്ഡനം എന്നതിന്റെ വിപരീതം മണ്ഡനമാണ്. നശ്വരം ശാശ്വതം അല്ലെങ്കിൽ അനശ്വരം എന്നുള്ളത് നമ്മൾ കുറച്ചു നേരത്തെ സ്ലൈഡിൽ പറഞ്ഞതാണ്. അപ്പൊ ഇത് വാച്യം വ്യംഗ്യം, നിമ്നം ഉന്നതം, നിരർത്ഥകം സാർത്ഥകം,
ഖണ്ഡനം മണ്ഡനം നശ്വരമാണെങ്കിൽ അത് ശാശ്വതമാണ്. വിധുരൻ, ഭാര്യ മരിച്ചവൻ എന്നതിന്റെ ഒറ്റപ്പദമായിട്ടാണ് നമ്മൾ വിധുരൻ എന്ന പദം ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഭർത്താവ് മരിച്ചവൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയുന്നത് വിധവയാണ് അല്ലെ. വിധുരൻ എന്നതിന്റെ വിപരീതം വിധവയാണ്. അടുത്തത് വിരക്തിയാണ്, ഒന്നിനോടും താല്പര്യമില്ലാത്ത അവസ്ഥയാണ്. അത് തന്നെയാണ് നിർവേദം. ഒന്നിനോടും താല്പര്യമില്ലായ്മ എന്ന വാക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് നിർവേദവും. ഇവിടെ വിരക്തി എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തിനോടെങ്കിലും നമുക്ക് അമിതമായ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ എന്ത് പദമാണ് ഉപയോഗിക്കുക? വിരക്തി എന്നതിനോട് ആസക്തിയാണ് അല്ലെ. വിരക്തിയുടെ വിപരീതമായിട്ട് ആസക്തിയാണ്. അടുത്തത് ഭൂഷണമാണ്. ഭൂഷണം അലങ്കാരം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അതിന്റെ വിപരീതം ദൂഷണമാണ്. പരദൂഷണത്തിലൊക്കെ ദൂഷണം ഇല്ലേ, അതുപോലെ ഭൂഷണത്തിന്റെ വിപരീതമാണ് ദൂഷണം. അടുത്തത് സുകൃതമാണ്. നമുക്കറിയാം ഇവിടെ സു വന്നിട്ടുണ്ടെങ്കിൽ 90% ഇപ്പുറത്ത് എന്താ വരിക? ദുഷാണ് വരിക എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ സുകൃതമാണെങ്കിൽ ഇപ്പുറത്ത് അത് എന്തായിരിക്കും? ദുഷ്കൃതമാണ്. കറക്റ്റ് ആണ്. അടുത്തത് നിർദ്ദയമാണ്. ദയയില്ലാതെയുള്ള പെരുമാറ്റത്തിനെയാണ് നമ്മൾ നിർദ്ദയം എന്ന് പറയാം. ഒരു കൂട്ടം കൂടെ പറഞ്ഞുതരാം. ഈ വാക്ക് നിർദ്ദയം എന്നത് നമ്മൾ എങ്ങനെയാണ് വിഗ്രഹിക്കുക? ദയയില്ലാത്തത് എന്നാണ്. ദയയില്ലാത്തത്. ഇതുപോലെ തന്നെ നിർഭാഗ്യം, നമ്മൾ പറയും ഭാഗ്യമില്ലാത്തത്. അങ്ങനെ ഇല്ലാത്തത് അല്ലാത്തത് എന്നുള്ള രീതിയിൽ വരുന്ന സമാസം ഏതാണെന്ന് PSC ചിലപ്പോ ചോദിച്ചേക്കാം. അത് നഞ്ഞ് സമാസമാണ് എന്നോർക്കണം. ഇല്ലാത്തത് അല്ലാത്തത് എന്നുള്ള രീതിയിൽ ഘടകപദങ്ങളാക്കുമ്പോൾ കിട്ടുകയാണെങ്കിൽ, അതായത് നിർദ്ദയം, നിർഭാഗ്യം, നിർഗുണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയില്ലേ, അതെല്ലാം നഞ്ഞ് സമാസത്തിലാണ് പെടുകയെന്ന് ഒന്ന് ഓർത്തു വെച്ചോളൂ. അടുത്തത് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്. നിർദ്ദയം എന്ന് പറഞ്ഞാൽ ദയ ഇല്ലാത്തതാണ്. അപ്പൊ ദയയോട് കൂടെ എന്ന് നമ്മൾ എങ്ങനെയാ പറയാ? സദയമാണ് അല്ലെ. സദയമാണെങ്കിൽ ദയയോട് കൂടെ എന്നാണ് അർത്ഥം. അടുത്തത് സൃഷ്ടിയാണ്. സൃഷ്ടി എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക, അതിന്റെ വിപരീതം സംഹരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം സൃഷ്ടിയാണെങ്കിൽ സംഹാരമാണ്. സൗന്ദര്യം, സൗന്ദര്യം എന്നതിന്റെ വിപരീതം എന്തായിരിക്കും? വൈരൂപ്യമാണ് അല്ലെ. വൈരൂപ്യം നിമിഷ നേരം കൊണ്ട് നശിക്കുന്നതല്ലേ ബാഹ്യ സൗന്ദര്യം. ഒരു നിമിഷം മതി നശിക്കാനായിട്ട്. അപ്പൊ സൗന്ദര്യം എന്നതിന്റെ വിപരീതം വൈരൂപ്യമാണ്. അടുത്തത് വിപക്ഷയാണ്. വിപക്ഷയുടെ വിപരീതമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് സ്വപക്ഷയാണ് ട്ടോ. വിപക്ഷ എന്നതിന്റെ വിപരീതം സ്വപക്ഷയാണ്. അടുത്തത് പ്രച്ഛന്നമാണ്. പ്രച്ഛന്നത്തിന്റെ വിപരീതം എന്താണെന്നറിയാമോ? പ്രകാശവും പ്രങ്കാശവും കണ്ടിട്ടുണ്ട്. പ്രകാശം പ്രങ്കാശം രണ്ടും കണ്ടിട്ടുണ്ട്, ഓർത്തിരിക്കണം. പ്രച്ഛന്നം പ്രകാശം അല്ലെങ്കിൽ പ്രങ്കാശം. അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ട് നമ്മളുടെ കരിക്കില്, അത് ഓർമ്മ വരുന്നു പെട്ടെന്ന്. അടുത്തത് മനപ്പാഠമാണ്. മനപ്പാഠം നമ്മുടെ മനസ്സിലുള്ള പാഠമാണ്. അതിന് പകരം പുസ്തകത്തിലുള്ളതിനെ നമ്മൾ പറയുന്നത് ഏട്ടുപാഠം എന്നാണ് ട്ടോ. മനപ്പാഠം എന്നതിന്റെ വിപരീതമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഏട്ടുപാഠമാണ്. അടുത്തത് ഉത്തലമാണ്. ഉത്തല ലെൻസ്, അവതല ലെൻസ്, കോൺകേവ്, കോൺവെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉത്തലത്തിന്റെ വിപരീതമാണ് അവതലം. ഉത്തലം എന്നതിന്റെ വിപരീതമാണ് അവതലം. അടുത്തത് സോറി ഡിയേഴ്സ്. അടുത്തത് സ്വകീയമാണ്. സ്വകീയത്തിന്റെ വിപരീതം എന്തായിരിക്കും? അത് പരകീയമാണ് ട്ടോ. സ്വകീയം എന്നതിന്റെ വിപരീതം പരകീയമാണ്. അടുത്തത് ലഘുവാണ്. ലഘുവിന്റെ വിപരീതം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, ഗുരുവാണ് അല്ലെ. മാത്ര തിരിക്കുമ്പോൾ നമ്മൾ ലഘു ഗുരു എന്നൊക്കെ പറഞ്ഞിട്ടാണ് തിരിക്കുക. അടുത്തത് ലക്ഷണമാണ്. ലക്ഷണത്തിന്റെ വിപരീതം എന്തായിരിക്കും? ഞാൻ ഉത്തരം പറയുന്നേക്കാൾ മുന്നേ ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തേ നോക്കട്ടെ. ലക്ഷണം എന്നതിന്റെ വിപരീതം വിലക്ഷണമാണ് ട്ടോ. ലക്ഷണം എന്നതിന്റെ വിപരീതം വിലക്ഷണമാണ്. അടുത്തത് കുചേലനാണ്. കുചേലനാണെങ്കിൽ ദരിദ്രനാണ് അല്ലെ. അതുകൊണ്ടല്ലേ കൃഷ്ണനാവിൽ പൊതിയായിട്ടൊക്കെ കാണാൻ പോണതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. കുചേലൻ ദരിദ്രൻ എന്നുള്ള അർത്ഥത്തിലാണ്. അതിന്റെ വിപരീതമാണ് കുബേരൻ. ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവല്ലോ, കുബേർ കുഞ്ചി വാങ്ങി വീട്ടിൽ വെച്ച ധനം കുമിഞ്ഞുകൂടും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ കുബേരൻ എന്നുള്ള വാക്ക് അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് പ്രാംശു ആണ്. പ്രാംശു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ? പ്രാംശു എന്ന് പറഞ്ഞാൽ ഉയരമുള്ളവനാണ്. ദ ഗ്രേറ്റ് കാളിയൊക്കെ ഇല്ലേ നമ്മുടെ റെസ്ലിംഗിലൊക്കെ ഉള്ളത്, ഗ്രേറ്റ് കാളി, അദ്ദേഹമാണ് പ്രാംശു എന്നാലോചിക്കുക. അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വാമനനായിരിക്കും അല്ലെ, പൊക്കമില്ലാത്തവനാണ്. പ്രാംശു ഉയരമുള്ളവനാണ്. ഇവിടെ ഒന്ന് എഴുതിയിടാം. പ്രാംശു എന്നാൽ ഉയരമുള്ളവൻ എന്നാണ് അർത്ഥം. അതിന്റെ വിപരീതം വാമനനാണ്.
ചരം, ചരത്തിന്റെ വിപരീതം എന്താണ്? ചരം വിപരീതം അചരമാണ് അല്ലെ? ചരത്തിന്റെ വിപരീതം അചരമാണ്. അടുത്തത് കാരായ്മയാണ്. കാരായ്മ എന്നതിന്റെ വിപരീതം എന്തായിരിക്കും? കാരായ്മയുടെ വിപരീതമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മേലായ്മ എന്ന പദമാണ് ട്ടോ. കാരായ്മയുടെ വിപരീതമാണ് മേലായ്മ. അടുത്തത് അത്താഴമാണ്. അത്താഴത്തിന്റെ വിപരീതം എന്താ? മുത്താഴമാണ് അല്ലെ? അത്താഴം എന്നതിന്റെ വിപരീതം മുത്താഴം. അടുത്തത് ബുഭുക്ഷുവാണ്. അതായത് ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനെയാണ് നമ്മൾ ബുഭുക്ഷു എന്ന് പറയാ. നേരെ മറിച്ച് ഭക്ഷണോ വെള്ളമോ ഒന്നും വേണ്ട, മോക്ഷം മാത്രം മതി എന്നാഗ്രഹിക്കുന്ന ആളെ നമ്മൾ പറയുന്നത് മുമുക്ഷു എന്നാണ് അല്ലെ? അപ്പൊ ബുഭുക്ഷുവിന്റെ വിപരീതമാണ് മുമുക്ഷു. ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രാംശു എന്നാൽ ഉയരമുള്ളവനാണ്, അതിന്റെ വിപരീതം വാമനൻ. ചരമാണെങ്കിൽ അചരം, കാരായ്മ മേലായ്മ, അത്താഴം മുത്താഴം, ബുഭുക്ഷു മുമുക്ഷു. ഞാൻ രണ്ടാമത് ചോദിക്കുമ്പോൾ നിങ്ങൾ സ്ക്രീൻ നോക്കാണ്ട് ഉത്തരം പറയാൻ ശ്രമിക്കണം കേട്ടോ. മനസ്സിൽ കയറിയോന്നറിയാലോ. അടുത്തത് താവകമാണ്. താവകം. തവയാണെങ്കിൽ തവ എന്നാൽ നിന്റെ എന്നാണ് അർത്ഥം. അതിന്റെ വിപരീതം മമ എന്റെ എന്നതാണ്. ഇത് താവകമാണ്. താവകത്തിന്റെ വിപരീതം അപ്പൊ എന്തായിരിക്കും? മാമകമായിരിക്കും അല്ലെ? താവകം എന്നതിന്റെ വിപരീതമാണ് മാമകം. അടുത്തത് തവ എന്നാൽ നമ്മൾ പറഞ്ഞു തവ എന്നാൽ നിന്റെ എന്നാണ്. അതിന്റെ വിപരീതം മമ എന്നാണ്. അത് എന്റെ എന്നുള്ള അർത്ഥത്തിലാണ് തവയും മമയും. അടുത്തത് നിശ്വാസമാണ് അല്ലെ? നിശ്വാസവും നിശ്വാസവായുവും പിന്നെന്തുട്ടാ നമ്മൾ പറയാ? ഉച്ഛ്വാസമാണ്. ഉച്ഛ്വാസം. നിശ്വാസത്തിന്റെ വിപരീതം ഉച്ഛ്വാസമാണ്. നിശ്വാസവായുവിലുള്ള ഓക്സിജന്റെ അളവ്, ഉച്ഛ്വാസവായുവിലെ ഓക്സിജന്റെ അളവൊക്കെ നമ്മൾ പഠിക്കാറുള്ളതാണ്. അടുത്തത് ബദ്ധനാണ്. അതായത് ബന്ധിക്കപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അതിന്റെ വിപരീതം മുക്തൻ, മോചിപ്പിക്കപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിലാണ് ട്ടോ. ബദ്ധൻ എന്നതിന്റെ വിപരീതമാണ് മുക്തൻ. അടുത്തത് നാഗമാണ്. നാഗം നമുക്ക് എല്ലാവർക്കും അറിയാം സ്വർഗമാണ്. സ്വർഗത്തിന്റെ വിപരീതം നരകമല്ലേ? അത് തന്നെയാണ് ഇവിടെയും. നാഗത്തിന്റെ വിപരീതം നരകമാണ്. അപ്പൊ താവകം, കണ്ണടച്ച് പെട്ടെന്ന് പറഞ്ഞോളൂ. താവകം മാമകമാണ്. തവയാണെങ്കിൽ മമയാണ്. നിശ്വാസം ഉച്ഛ്വാസമാണ്. ബദ്ധനാണെങ്കിൽ മുക്തനാണ്. നാഗമാണെങ്കിൽ നരകമാണ്. കിട്ടിയോ എല്ലാം? ശരി. അടുത്തത് ഉത്തലം. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. ഉത്തലത്തിന്റെ വിപരീതം അവതലമാണ്. അടുത്തത് സുമതിയാണ് അല്ലെ? സുമതി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ വീടിന്റെ അടുത്ത് ഒരു ചേച്ചി ഉണ്ടെന്ന് വിചാരിക്കുക. ഇടയ്ക്ക് ചേച്ചിക്ക് മൂഡ് ഓഫ് ഒക്കെ വരുമ്പോ ചേച്ചി എന്തായി മാറും? കുമതിയായി മാറും. സുമതി എന്നതിന്റെ വിപരീതമാണ് കുമതി എന്നാലോചിക്കുക. അടുത്തത് സാന്ദ്രമാണ്. സാന്ദ്രത്തിന്റെ വിപരീതം എന്താണ്? നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ്. അത് ദ്രവമാണ് അല്ലെ? സാന്ദ്രം എന്നതിന്റെ വിപരീതം ദ്രവമാണ്. അടുത്തത് സത്ത്. സത്താണ്. സത്തിന്റെ വിപരീതമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് അസത്താണ് ട്ടോ. സത്ത് എന്നതിന്റെ വിപരീതം അസത്ത്. അടുത്തത് വൈമുഖ്യമാണ്. ഒരു വിമുഖത കാണിക്കുക, ഒരു മടി കാണിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പൊ അതിന് പകരം താല്പര്യം കാണിക്കുന്നതിന് നമ്മൾ എന്തെന്നാ പറയാ? ആഭിമുഖ്യമാണ് അല്ലെ? ആഭിമുഖ്യം. കുട്ടികൾ എന്തിനോടാണോ ആഭിമുഖ്യം കാണിക്കുന്നത് അതിലേക്ക് അവരെ പഠിക്കാൻ വിടണം, അല്ലെങ്കിൽ കളികളായാലും അതിന് ചെയ്യാൻ അവരെ അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറില്ലേ? പേരൻസിന്റെ ഇഷ്ടത്തിനേക്കാൾ കൂടുതൽ അവർ എന്തിനോടാണോ ആഭിമുഖ്യം കാണിക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ അവരെ വളർത്തിക്കൊണ്ടുവരാൻ എന്ന് പറയും അല്ലെ? അപ്പൊ വൈമുഖ്യത്തിന്റെ വിപരീതമായിട്ട് ഓർത്തിരിക്കേണ്ടത് ആഭിമുഖ്യമാണ്. സത്താണെങ്കിൽ എന്താണ്? അസത്താണ്. സാന്ദ്രമാണെങ്കിൽ ദ്രവം. സുമതിയാണെങ്കിൽ, സുമതി ചേച്ചീനെ ഓർക്കൂ, കുമതിയാണ്. ഉത്തലമാണെങ്കിലോ അവതലമാണ്. കറക്റ്റ് ആണ്. അടുത്തത് ആദാനമാണ് മക്കളെ. ആദാനം. അതിന്റെ വിപരീതം പ്രധാനമാണ് ട്ടോ. ആദാനം എന്നതിന്റെ വിപരീതമായി ഓർത്തിരിക്കേണ്ടത് പ്രധാനമാണ്. ഗതിയുടെ വിപരീതം എന്തായിരിക്കും? ഗതി. ഗതിയുടെ വിപരീതം വിഗതിയാണ്. ഗതി എന്നതിന്റെ വിപരീതം വിഗതി. ഉപക്രമത്തിന്റെ വിപരീതം എന്താ? ഉപക്രമം. അത് ഉപസംഹാരമാണ്. ഉപക്രമം എന്നതിന്റെ വിപരീതമാണ് ഉപസംഹാരം. അടുത്തത് മുദിതയാണ്. മുദിത. മുദിതയുടെ വിപരീതം കുപിതയാണ് ട്ടോ. മുദിത എന്നതിന്റെ വിപരീതമാണ് കുപിത. അടുത്തത് പോഷണമാണ്. പോഷകാഹാരങ്ങൾ നമ്മളുടെ കുട്ടികൾക്ക് കൊടുത്തില്ലെങ്കിൽ കുട്ടികൾക്ക് എന്ത് സംഭവിക്കും?
ശോഷണം, അവരെ ആരോഗ്യത്തിനൊക്കെ ശോഷണം സംഭവിക്കും അല്ലെ. അപ്പൊ പോഷണം എന്നതിന്റെ വിപരീതമാണ് ശോഷണം. മുദിതയുടെ വിപരീതമാണ് കുപിത. ഉപക്രമമാണെങ്കിൽ ഉപസംഹാരമാണ്. ഗതി വിഗതിയാണ്. ആദാനമാണെങ്കിൽ അത് പ്രധാനമാണ്. അടുത്തത് ദ്വൈതമാണ്. രണ്ടായിരിക്കുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ദ്വൈതം എന്ന് പറയാ. അതിന് പകരം അതിന്റെ വിപരീതമായി നമ്മൾ ഉപയോഗിക്കുന്നത് അദ്വൈതമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ഒക്കെ ദ്വൈതം രണ്ടാണ്, അദ്വൈതം ഒന്ന് എന്നുള്ളതാണ്. അടുത്തത് ദ്വേഷം എന്ന വാക്കാണ്. ദ്വേഷത്തിന്റെ വിപരീതമായിട്ട് ഓർക്കേണ്ടത് രാഗമാണ് ട്ടോ. രാഗമുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപ്പദം ഏതാന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. രാഗമുള്ളവൻ. അടുത്തത് ത്യാഗിയാണ്. ത്യാഗിയുടെ വിപരീതം ഭോഗി. ത്യാഗി എന്നതിന്റെ വിപരീതം ഭോഗി എന്നാണ്. അടുത്തത് നെടിയ എന്ന വാക്കാണ്. നെടിയയുടെ വിപരീതം കുറിയയാണ്. നെടിയ നീളമുള്ളത്, മറ്റേത് കുറുകിയത് എന്നുള്ള അർത്ഥത്തിൽ. അടുത്തത് കടയാണ്. ഒരു ചെടിയുടെ കടയാണെങ്കിൽ അതിന്റെ വിപരീതം എന്തായിരിക്കും? തലയാണ് അല്ലെ, തലയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ദ്വൈതം, കണ്ണടച്ചുത്തരം പറയണം. ദ്വൈതം അദ്വൈതം, ദ്വേഷം രാഗം, ത്യാഗി ഭോഗി, നെടിയ കുറിയ, കടയാണെങ്കിൽ അത് തലയാണ്. അടുത്തത് ക്ഷേമമാണ് അല്ലെ. ഒരിടത്ത് ക്ഷേമമുണ്ട്, പക്ഷെ അതില്ലാത്ത സ്ഥലത്തിന് നമ്മൾ പറയാ ക്ഷാമം എന്നാണ്. ക്ഷേമം ഓപ്പോസിറ്റ് ആണ്, വിപരീതമാണ് ക്ഷാമം. അടുത്തത് സന്ദേഹമാണ്, അതായത് നമുക്കൊരു സംശയമാണ്. അപ്പൊ അതിന്റെ വിപരീതം എന്തായിരിക്കും? നിശ്ചയമാണ് അല്ലെ. സന്ദേഹത്തിന്റെ വിപരീതമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് നിശ്ചയം എന്ന വാക്കാണ്. ഉച്ചം ഉയർന്നത്, അപ്പൊ അതിന്റെ വിപരീതം എന്തായിരിക്കും? നീചമാണ് അല്ലെ. സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ഒക്കെയാണ് നമ്മുടെ നവോത്ഥാന നായകര് ആഞ്ഞടിച്ചിട്ടുള്ളത് എന്ന് ഓർക്കണം. അപ്പൊ ഉച്ചത്തിന്റെ വിപരീതമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് നീചമാണ്. അടുത്തത് ഇഹമാണ്. ഇഹം എന്ന് പറഞ്ഞാൽ ഈ ലോകമാണ്. അപ്പൊ അതിന്റെ വിപരീതം പരമാണ് അല്ലെ. ഇഹത്തിന്റെ വിപരീതമാണ് പരം. അടുത്തത് ആച്ഛാദനമാണ്. ആച്ഛാദനത്തിന്റെ വിപരീതം എന്താണ്? നമ്മൾ പറയുമല്ലോ, നമ്മളുടെ ഓരോന്നൊക്കെ അനാച്ഛാദനം ചെയ്തു. മന്ത്രിമാര് വന്നിട്ട് ആ നാട് ഇങ്ങനെ നീക്കിയിട്ട് ഉദ്ഘാടനം അല്ലെങ്കിൽ അനാച്ഛാദനം ചെയ്തു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആച്ഛാദനത്തിന്റെ വിപരീതം അനാച്ഛാദനമാണ്. ഇഹത്തിന്റെ വിപരീതം പരമാണ്. ഉച്ചമാണെങ്കിൽ നീചമാണ്. സന്ദേഹമാണെങ്കിൽ നിശ്ചയമാണ്. ക്ഷേമമാണെങ്കിൽ ക്ഷാമമാണ്. അടുത്തത് ഋജുവാണ്. 3 വാക്കുകളാണ്. ഋജു എന്നതിന്റെ വിപരീതം എന്തായിരിക്കും? ഋജു ആയിരിക്കുന്ന അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഋജുവിൻ്റെത് വക്രമാണ് അല്ലെ. ഋണമാണെങ്കിലോ, ഋണമാണെങ്കിൽ നമ്മൾ പറയും അനൃണമാണ്. ഇനി ഋതമാണെങ്കിലോ, സത്യം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഋതം പറയാ. അതിന്റെ വിപരീതം അനൃതമാണ്. അടുത്തത് ഓജമാണ്. ഓജം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടത് എന്നാണ്. അതിന്റെ വിപരീതം യുഗ്മമാണ്. ഓർത്തിരിക്കണേ, ഓജത്തിന്റെ വിപരീതം യുഗ്മമാണ്. അടുത്തത് കൽപ്പിതമാണ്. കൽപ്പിതത്തിന്റെ വിപരീതമായി നമ്മൾ ഓർത്തിരിക്കേണ്ടത് വാസ്തവം എന്നാണ് ട്ടോ. വാസ്തവം. അപ്പൊ ഒന്ന് നോക്കാം. ഋജുവാണെങ്കിൽ വക്രമാണ്. ഋണം അനൃണമാണ്. ഋതം അനൃതമാണ്. ഓജം യുഗ്മമാണ്. കൽപ്പിതമാണെങ്കിൽ വാസ്തവമാണ്. യുഗ്മഗാനം എന്ന് കേട്ടിട്ടില്ലേ? രണ്ടുപേര് കൂടി പാടുന്ന പാട്ടിനെയല്ലേ നമ്മൾ യുഗ്മഗാനം എന്ന് പറയാ. അതുപോലെ. അടുത്തത് ദൃഷ്ടാവാണ്. ദൃഷ്ടാവ് എന്ന് പറഞ്ഞാല് കാണുന്ന ആളാണ്. TV ഒക്കെ നമ്മൾ കാണുകയല്ലേ, അപ്പൊ കാണുന്ന ആളിനെ നമ്മൾ ദൃഷ്ടാവ് എന്ന് പറയും. അതിന്റെ വിപരീതമാണ് ശ്രോതാവ്. കേൾക്കുന്ന ആളിനെ നമ്മൾ ശ്രോതാവ് എന്നാ പറയാ. റേഡിയോ ശ്രോതാക്കളാണ്. TV ഒക്കെ ദൃഷ്ടാവാണ്. അപ്പൊ ദൃഷ്ടാവ് ശ്രോതാവ്. അടുത്തത് പണ്ഡിതനാണ്. വിവരമുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അതിന്റെ വിപരീതം നമുക്ക് പണ്ടേ അറിയാം. അത് പാമരൻ എന്ന വാക്കാണ് അല്ലെ. പണ്ഡിതൻ എന്നതിന്റെ വിപരീതം പാമരനാണ്. ന്യൂനം. ന്യൂനത്തിന്റെ വിപരീതം അന്യൂനമാണ് ട്ടോ മക്കളെ. ന്യൂനം എന്നതിന്റെ വിപരീതം അന്യൂന്യം. സുഭകൻ. ഇവിടെ സു വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് എന്ത് വരുന്ന നമ്മൾ പറഞ്ഞത്? 90% ദുർ വരുന്നാണ് പറഞ്ഞത്. അപ്പൊ സുഭകൻ എന്നതിന്റെ വിപരീതം ദുർഭകൻ എന്നതാണ്. അടുത്തത് മലിനം എന്ന വാക്കാണ്. മലിനത്തിന്റെ വിപരീതം എന്താണ്? നിർമ്മലമാണ് അല്ലെ. മലിനം എന്നതിന്റെ വിപരീതം നിർമ്മലമാണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ദൃഷ്ടാവ് ശ്രോതാവ്, പണ്ഡിതൻ പാമരൻ, ന്യൂനം അന്യൂനം,
സുഭഗൻ, ദുർഭഗൻ, മലിനമാണെങ്കിൽ നിർമ്മലമാണ്. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സ് നിർമ്മലമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വിപരീതത്തിന്റെ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മറന്നു പോവരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. കുറച്ചും കൂടെ അംഗങ്ങൾ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് എടുക്കാൻ പറ്റും. അപ്പൊ ഈ വരാൻ പോണ LDക്ക് മുന്നേ പ്രധാനപ്പെട്ട വ്യാകരണ ഭാഗങ്ങളും എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ താങ്ക് യു ഡിയേഴ്സ്.